തെനാലിയിലെത്തിയ ഒരു സന്യാസി രാമനെ കാളിമന്ത്രം പഠിപ്പിച്ചിരുന്നുവല്ലോ. രാമൻ അത് മനഃപ്പാടമാക്കി. എന്നിട്ടു രാത്രിയിൽ കാളിക്ഷേത്രത്തിൽ ചെന്ന് മന്ത്രം ജപിക്കാൻ തുടങ്ങി. അർദ്ധരാത്രിയായി. എങ്ങും ഭീതിതമായ നിശബ്ദത. പെട്ടെന്നൊരു ഭയങ്കര രൂപം വല്ലാത്ത ശബ്ദത്തോടു കൂടി പ്രത്യക്ഷമായി. സാക്ഷാൽ കാളിദേവിയായിരുന്നു അത്. 1000 മുഖങ്ങളുള്ള ദേവി. 1000 വായകളും പിളർന്നിരുന്നു. അവയിൽ കൂടി നീണ്ടു നിൽക്കുന്ന പല്ലുകൾ. തീപ്പൊരി ചിതറുന്ന 1000 ജോഡി കണ്ണുകൾ. ആര് കണ്ടാലും ഭയന്ന് വിറയ്ക്കുന്ന രൂപം. പക്ഷെ രാമന് യാതൊരു കൂസലുമില്ലായിരുന്നു. ഒന്നും അസാധാരണവും ഭീതിജനവുമായി രാമന് തോന്നിയില്ല. മറിച്ച് രാമനൊന്ന് ഊറി ചിരിച്ചു. "നീ എന്തിനാണ് ചിരിക്കുന്നത്?" ദേവി നീരസത്തിൽ ചോദിച്ചു. "ഞാനൊരു കാര്യമോർത്തപ്പോൾ അറിയാതെ ചിരിച്ചു പോയതാണ്. അടിയന് ഒരു തലയും ഒരു മൂക്കും മാത്രമേയുള്ളൂ. എന്നാൽ 2 കൈകളുണ്ട്. ദേവിക്കാകട്ടെ 1000 തലകളും 1000 മൂക്കുകളുമുണ്ട്. പക്ഷേ 2 കൈകളെ കാണുന്നുള്ളൂ. ജലദോഷം വരുമ്പോൾ മൂക്കിലെ നീരൊലിപ്പ് തുടയ്ക്കാൻ അടിയൻ ശരിക്കും ബുദ്ധിമുട്ടാറുണ്ട്. 1000 മൂക്കുള്ള ദേവിക്ക് ജലദോഷം സംഭവിച്ചാൽ 2 കൈകളുമായി വല്ലാതെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ." ഇതോർത്താണ് അടിയൻ ചിരിച്ചത്. "അടിയനോട് ദേവി ക്ഷമിക്കണം," രാമൻ പറഞ്ഞു. രാമൻ്റെ ഉത്തരം കേട്ട് ദേവിക്ക് പോലും ചിരി വന്നു. വികൃതി ചെറുക്കനെ ദേവിക്ക് ഇഷ്ടമായി. ദേവി 2 സ്വർണ്ണക്കിണ്ണങ്ങൾ നീട്ടി. എന്നിട്ട് പറഞ്ഞു, "രാമ, ഒരു കിണ്ണത്തിൽ ധനമാകുന്ന പാലാണ്, മറ്റേ കിണ്ണത്തിൽ ജ്ഞാനമാകുന്ന പാലാണ്. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം സ്വീകരിക്കാം. ഒന്ന് മാത്രം." പറയുന്നത് അപ്പാടെ അനുസരിക്കുന്ന സ്വഭാവക്കാരനല്ല രാമൻ. ഉടൻ ഒരു മറുചോദ്യമായി. "ദേവി, ധനം പുളിക്കുമെന്ന് പഴമക്കാർ പറയാറുണ്ടല്ലോ. എന്താണതിൻ്റെ അർത്ഥം?" "ധനം തേടാനുള്ള പല മാർഗങ്ങളും നല്ലതല്ല. അതുകൊണ്ടാണ് ധനം പുളിക്കുമെന്ന് പറയുന്നത്," ദേവി വ്യക്തമാക്കി. അപ്പോൾ രാമന് വേറൊരു സംശയമായി. 2 കിണ്ണങ്ങളിലെയും പാലിൻ്റെ ഗുണവും സ്വാദും അറിയാതെ എങ്ങനെ സ്വീകരിക്കും? "രാമ, ഒരു വിരൽ കൊണ്ട് തൊട്ട് 2 കിണ്ണങ്ങളിലെയും പാലിൻ്റെ സ്വാദും ഗുണവും അറിയൂ," ദേവി പറഞ്ഞു. ദേവി 2 കിണ്ണങ്ങൾ രാമനെ ഏൽപ്പിച്ചു. ഞൊടിയിടയ്ക്കുള്ളിൽ രാമൻ 2 കിണ്ണങ്ങളിലെയും പാല് മുഴുവൻ ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. "ദേവി, അടിയനോട് ക്ഷമിക്കണം. അടിയന് ധനവും വേണം, ജ്ഞാനവും വേണം. രണ്ടുമുണ്ടെങ്കിലേ ലോകജീവിതത്തിൽ അർത്ഥമുള്ളൂ." രാമൻ സ്വന്തം പ്രവൃത്തിയെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. "നിന്റെ തെറ്റ് തന്നെയാണ്. ഒന്നിന് പകരം 2 കുടിക്കാൻ ആര് നിന്നെ അനുവദിച്ചു? അതിന് ശിക്ഷയായി നീ ഒരു വികടകവിയായി മാത്രമായി അറിയപ്പെടും," ദേവി പറഞ്ഞു. "ദേവി, അങ്ങനെ പറയരുത്. അടിയന് വികടകവി മാത്രമല്ല, കവിയുമാകണം. പോരെങ്കിൽ അവിടെന്നും കുറ്റക്കാരിയാണ്. 2 കിണ്ണവും കയ്യിൽ പിടിച്ചതിൻ്റെ അർത്ഥം 2നും തുല്യ പ്രാധാന്യമുണ്ട് എന്നല്ലേ?" ദേവിക്ക് ഉത്തരം മുട്ടി. എങ്കിലും പറഞ്ഞു, "ശരി, നീ ഒരേ സമയത്ത് കവിയും വികടകവിയുമാകും. പക്ഷേ അനന്തര തലമുറകൾ നിന്നെ ഒരു വിദൂഷകനായിട്ടായിരിക്കും അറിയപ്പെടുന്നത്." ഇത്രയും പറഞ്ഞിട്ട് ദേവി അന്തർധാനം ചെയ്തു.